Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫി ആട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാട്ടോ. അപ്പോൾ ഇതിനകത്ത് ആകെക്കൂടെ 5 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. എല്ലാം നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം, പാല്, തണുത്ത പാല്, പിന്നെ പഞ്ചസാര, ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം, പിന്നെ ഐസ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഞ്ചസാരയും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കും. ആ വിപ്പ് ചെയ്തെടുക്കുന്ന പോർഷനാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മിക്സിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് അടിച്ചെടുക്കുന്ന അത്രയും ഒരു ഫ്ലഫി അതിനകത്ത് വരത്തില്ല. എന്നാലും നല്ലപോലെ ഒന്ന് പതഞ്ഞൊക്കെ വരികയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അതുപോലെ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ കിട്ടും. പക്ഷേ അത് കുറേ ടൈം എടുക്കും. ഒരു 20 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചങ്ങ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്, ഡാൽഗോണ കോഫി. അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായി ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണം എന്നുള്ളത്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തേക്കണേ നെസ്കോഫി ആട്ടോ. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ നമുക്കിത് എടുക്കാൻ എളുപ്പമാട്ടോ. അളവ് എല്ലാം ഒരേ 1:1:1 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് ഇതിൻ്റെ അളവ് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തന്നെ ചൂടുവെള്ളമാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്പീഡ് കുറച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റോളം നേരം ഇതിങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ ഒരു നല്ലൊരു ക്രീമി ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ഇരിക്കത്തില്ലേ, അത് കൂട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ വേണം വരാനായിട്ട്. നല്ല പതഞ്ഞ് ഉണ്ടോ, ഈ ഒരു ടെക്സ്റ്റാട്ടോ വേണ്ടത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് വെക്കാം. ഞാൻ 5 പീസ് ഐസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം. ഇത് തണുപ്പിച്ച പാലാണേ. ഇത് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ കടയിൽ നിന്ന് മേടിക്കുന്ന പാലല്ലേ, അപ്പോൾ നമുക്കത് പച്ചയ്ക്ക് കുടിക്കാനൊരു വിശ്വാസമില്ല. അതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു. അപ്പോൾ ദാ ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ പാലൊഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. പതുക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ആ വിപ്പ് ചെയ്തേക്കുന്ന ഫുള്ളായിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ചേർക്കുന്നുണ്ട് കേട്ടോ.
കാണാൻ നല്ലൊരു ഭംഗിയില്ലേ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം പോലെ ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. ഇതാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗുണ കോഫി. ഇത് വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ ആ വിപ്പ് ചെയ്യാൻ വേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് താമസം വരുന്നത് കേട്ടോ. നമ്മൾ തണുത്ത പാലിൽ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് സാവധാനം താഴേക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ. നമ്മൾ ചൂട് പാലിലാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അത് പാലുമായിട്ട് ചേരും. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. നമ്മൾ പാലിലേക്ക് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ നമ്മൾ വിപ്പ് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ഇത് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഇതാട്ടോ ഡാൽഗുണ കോഫി. ഇത് കുടിക്കാൻ കുറച്ച് പണിയാന്ന് തോന്നുന്നു. ഇതെല്ലാം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിരിക്കല്ലേ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പാലുമായിട്ട് ഇങ്ങനെ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇതിങ്ങനെ പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ ശേഷം ഇതാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ പാലുമായിട്ട്. ഒരു മുകൾ വശത്തെ ആ ക്രീം ഒരു ഐസ്ക്രീം പോലെ ഇരിക്കും കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട്. ഇപ്പം ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ പറ്റും. ഇതെങ്ങനെ കുടിക്കേണ്ടി ഈശ്വരാ. ഇതിങ്ങനെ പതുക്കെ പതുക്കെ പാലുമായിട്ട് ഇങ്ങനെ അലിയിക്കണം കേട്ടോ. എന്നിട്ട് ഇത് കുടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഈ സാധനം ഇങ്ങനെ വന്നിട്ട് തടഞ്ഞിങ്ങനെ നിൽക്കുക. പാല് മുകളിലോട്ടൊന്നും വരുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇത് പാലുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇളക്കി കൊടുക്കരുത്. അതല്ലാണ്ട് ഈ ക്രീം ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതൊരു ചെറിയൊരു കയ്പ്പ് രസമൊക്കെ ഉണ്ട്. അത് ഇൻസ്റ്റൻറ്റ് കോഫി അല്ലേ, ഒരു കയ്പ്പാണ്. ഇതിങ്ങനെ തണുത്ത പാലല്ലേ ചേർത്തേക്കാണ്. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതിന്. പാലും കൂടെ ചേർന്നപ്പോൾ രസമുണ്ട് കേട്ടോ അത്. അല്ലാതെ ചുമ്മാ ഇതാ മറ്റേ മുകളിലത്തെ ക്രീം കഴിക്കാൻ നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എൻ്റെ ടേബിളെല്ലാം നാശമായി. ഇപ്പം ഏകദേശം ഒരു പാലുമായിട്ടൊക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം രസമുണ്ട് കഴിക്കാനൊക്കെ. കൊള്ളാട്ടോ. നോക്കിക്ക് ഗ്ലാസ് മൊത്തം. ഇത് കുറച്ചും കൂടെ വലിയ കപ്പാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ കുറച്ചും കൂടെ വിസ്താരമുള്ള കപ്പില്ലേ, അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്കിത് കുടിക്കാനും ഇളക്കാനും ഒക്കെ. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുടിക്കാന്നുള്ള ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പം എല്ലാം കൂടെ ഇളകി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഗ്ലാസിൻ്റെ പുറത്തൊക്കെ പറ്റിയത്. അപ്പോൾ അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് കുടിച്ചു കേട്ടോ. എൻ്റെ വയറ് ഫുള്ളായി, നല്ല ഹെവിയാണ്. ഒരു വലിയ ഗ്ലാസ് പാലല്ലേ കുടിച്ചു, പാലും കോഫിയൊക്കെ ആയിട്ട്.